അപ്പൊ മാത്സിന്റെ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ പാഠഭാഗത്തേക്ക് കടന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് 9ാം ക്ലാസ്സിൽ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് പഠിച്ച ഈ വർഷത്തേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് അതിന്റെ നോട്ടൊക്കെ അയച്ചു തന്നു. അപ്പോ ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം മക്കളെ, ആ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. എന്നിട്ട് മാത്രം ഈ ക്ലാസ് കാണാം. അപ്പൊ മാത്സിന് നമുക്ക് പാഠഭാഗത്തേക്ക് ചെറിയ രീതിയിൽ ഒന്ന് കിടക്കാം. വൃത്തങ്ങൾ സർക്കിൾസ് എന്നാണ് പാഠഭാഗത്തിന്റെ പേരെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മുടെ പാഠഭാഗത്തിലെ ആദ്യത്തെ കാര്യമാണ്. ഹെഡിങ് കെട്ടാൻ നിങ്ങൾ ഞെട്ടുന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ ഞെട്ടാനുള്ള ഒരു അവസരം നിങ്ങൾക്കില്ല. എന്നാലും എഴുതിക്കോ, സെമി സർക്കിൾ, അർദ്ധവൃത്തം എന്ന്. സെമി സർക്കിൾ. അപ്പൊ വൃത്തം എന്താണ്, സർക്കിൾ എന്താന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് അർദ്ധവൃത്തം, സെമി സർക്കിൾ എന്ന് പറഞ്ഞ എന്തായിരിക്കും അല്ലെ? ആ പേര് കേൾക്കുമ്പോ തന്നെ ഒരുവിധം കോമൺ സെൻസ് ഉള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് വൃത്തത്തിന്റെ പകുതിയാണ്, സർക്കിളിന്റെ ഹാഫ് ആണെന്നുള്ള കാര്യം ആ പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലേ? അപ്പൊ നിലവിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്, വൃത്തം ഞാൻ വരയ്ക്കുന്നുണ്ട്. എങ്കിൽ പറഞ്ഞോ, ഇതില് സെമി സർക്കിൾ കിട്ടാൻ, അർദ്ധവൃത്തം അതായത് വൃത്തത്തിന്റെ പകുതി കിട്ടാൻ ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക അല്ലെ? എന്തായിരിക്കും അല്ലെ ചെയ്യേണ്ടി വരിക? അതിന്റെ സെന്റർ, കേന്ദ്രം പരിഗണിക്കേണ്ടി വരും. എന്നിട്ട് കേന്ദ്രത്തിലൂടെ ഒരു വര വരയ്ക്കേണ്ടി വരും. അതിന് നമ്മൾ പറയാ ഡയമീറ്റർ അഥവാ വ്യാസം എന്നാണ് പറയാ. ഇങ്ങനെ ഒരു വ്യാസം വരയ്ക്കുന്ന സമയത്ത് ഒന്ന് നോക്കിക്കേ, ഇതാ വൃത്തത്തിന്റെ പാതിയും, ഇത് സർക്കിളിന്റെ ഒരു ഹാഫ് ആണ്, ഇത് സർക്കിളിന്റെ സെക്കൻഡ് ഹാഫ് ആണ്. അങ്ങനെ ഈ സർക്കുലർ പീസസ് ആണ്, ഈ വൃത്തഭാഗങ്ങളാണ് എന്തെന്ന് പറയാൻ പറ്റും നമുക്ക് സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം എന്ന് പറയാൻ പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞത് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞത്? വ്യാസം പരിഗണിക്കുമ്പോഴാണ് ഇതേപോലെ നമുക്ക് അർദ്ധവൃത്തങ്ങൾ കിട്ടുന്നത്. ഡയമീറ്റർ വരയ്ക്കുമ്പോഴാണ് ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സെമി സർക്കിൾ കിട്ടുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്കിൽ എഴുതി തുടങ്ങാം. ആദ്യം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എഴുതിക്കോട്ടാ, നോട്ട് എഴുതാം. എന്തെഴുതും? എ ഡയമീറ്റർ, പറയുന്ന പോലെ എഴുതാം. എ ഡയമീറ്റർ ഡിവൈഡ്സ് a circle into divides a circle into two equal pieces. Divides a circle into two equal pieces. These circular parts are called എന്താ മക്കളെ? സെമി സർക്കിൾ. വ്യാസം ഒരു വൃത്തത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കുന്നു. രണ്ട് തുല്യ ഭാഗം അല്ലെ മക്കളെ? ഒരു കോഡ്, ഒരു ഞാനാണ് പരിഗണിക്കുന്നതെങ്കിൽ രണ്ട് തുല്യ ഭാഗം നമുക്ക് കിട്ടില്ല അല്ലെ? ഇതിന്റെ വലുപ്പവും ഡിഫറെന്റ് സൈസ് ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തം കിട്ടില്ല. വ്യാസം പരിഗണിക്കുമ്പോഴേ കിട്ടാ. ഓർത്ത് വെക്കണം കേട്ടോ. വ്യാസം ഒരു വൃത്തത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കുന്നു. ഈ വൃത്തഭാഗങ്ങളെ അർദ്ധവൃത്തം എന്നാണ് പറയുന്നത്. ഈ വൃത്തഭാഗങ്ങളെ അർദ്ധവൃത്തം എന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയോ? അത് അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രമാണ്. സെൻട്രൽ ആംഗിൾ ഓഫ് എ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രമാണ്. പറഞ്ഞേ, എത്രയായിരിക്കും ഒരു സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ? അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രമാണ് എത്രയായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാം. ഇത് മൊത്തം ഈ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് 360 ഡിഗ്രി എന്നുള്ള കാര്യം അറിയാം. അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, അതിന്റെ പാതിയല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൂടി നിങ്ങൾ എഴുതി വെക്കണം. എന്തെഴുതി വെക്കും? ദി സെൻട്രൽ ആംഗിൾ ഓഫ് എ സെമി സർക്കിൾ ഈസ് 180 ഡിഗ്രി. ദി സെൻട്രൽ ആംഗിൾ ഓഫ് എ സെമി സർക്കിൾ ഈസ് 180 ഡിഗ്രി. അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രകോൺ. അർദ്ധവൃത്തം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതാണ് കേന്ദ്രകോൺ. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രകോൺ എത്രയാണ് മക്കളെ? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. അപ്പൊ ഇതാണ് സെമി സർക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇത് രണ്ടും ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുകയാണ്. എങ്കിൽ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എളുപ്പമാണ്, പക്ഷെ ആ ചോദ്യം നമ്മുടെ പാഠഭാഗത്തിന്റെ ഫസ്റ്റ് ഡേഞ്ചർ സൈൻ ആണ്. അതായത് ഒരു കാര്യം നമ്മൾ തെളിയിക്കാൻ പോവാണ്, പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ പ്രൂഫ് നമ്മുടെ പാഠഭാഗത്തിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരും. അപ്പോ നമുക്ക്
ആ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളം മീഡിയം കുട്ടികളിലേക്ക് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ ബ്രാക്കറ്റിൽ എഴുതണം. എന്താണെന്നറിയോ? അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് എഴുതണം കേട്ടോ. എന്തെഴുതണം? അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് ബ്രാക്കറ്റ് എഴുതണം. അർദ്ധവൃത്തത്തിലെ കോൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തെഴുതുക. 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കുക. 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എഴുതുക. Prove that the angle made by the ends of a diameter with a point on the circle ബ്രാക്കറ്റിൽ എഴുതണം ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ എന്ന് എഴുതണം കേട്ടോ. ബ്രാക്കറ്റില് ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ എന്ന് എഴുതണം. ബ്രാക്കറ്റിൽ ക്ലോസ് എഴുതുക. ഈസ് 90 ഡിഗ്രി. ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ട് ഞാനാ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതണ്ട. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞുതരാം. എന്നിട്ട് വീഡിയോ പൗസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കാതെ ഒറ്റയ്ക്ക് എഴുതാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം കേട്ടോ. അപ്പൊ ആദ്യം ഒന്ന് ചോദ്യം വായിച്ചു നോക്കിക്കേ. ചോദ്യം വളരെ എളുപ്പം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കാര്യം തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ അത് 90 ഡിഗ്രി ആണ്. ഡയമീറ്ററിന്റെ എൻസ് സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അത് 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു വൺ വേർഡ് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ. അർദ്ധവൃത്തത്തിലെ കോൺ എന്നുള്ള ഒരു വൺ വേർഡ് കൂടി ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് നോക്കിക്കേ. ഞാൻ ചെയ്തിട്ടുള്ളത് O സെന്റർ ആയിട്ട് ഒരു സർക്കിൾ അവിടെ വരച്ചിട്ടുണ്ട്. O കേന്ദ്രമായിട്ട് ഒരു വൃത്തം. അപ്പൊ അവിടെ ഒരു ഡയമീറ്റർ വ്യാസം കൂടി വരച്ചിട്ടുണ്ട്. അതിന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട് AB. ഇപ്പൊ അതിന്റെ എൻസ്, ഇപ്പൊ അതിന്റെ അറ്റങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എയും ബിയും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഈ അഗ്രബിന്ദുക്കൾ, ഈ എൻസ് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. വൃത്തത്തിൽ ഒരുപാട് ബിന്ദുക്കൾ ഉണ്ട്. ഇഷ്ടമുള്ള അവിടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് പരിഗണിക്കാം. തൽക്കാലം ഞാൻ ഇവിടെ ഒരു ബിന്ദു പരിഗണിക്കാം. ആ ബിന്ദുവിന് സി എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ആ പോയിന്റിന് സി എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഡയമീറ്റർ എൻസ് സിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് AC-യും അതേപോലെ തന്നെ BC-യും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യുന്നുണ്ട്. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കള് സിയിൽ ഉണ്ടാക്കുന്ന കോണ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്തു? AC-യും അതേപോലെ BC-യും യോജിപ്പിച്ചു. ഇങ്ങനെ കിട്ടുന്ന ഈ കോൺ അത് എത്രാന്ന് തെളിയിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ചിത്രത്തിലെ അങ്ങനെയുള്ള കോൺ C എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് തെളിയിക്കണം ഇവിടെ C എന്ന് പറയുന്ന കോൺ അത് എത്രയാണെന്ന്? 90. അത് 90 ഡിഗ്രി ആണ് എന്ന് തെളിയിക്കണം. ചോദ്യം മനസ്സിലായോ? അപ്പോ ഇന്നത് എങ്ങനെ തെളിയിക്കണം നമുക്കൊന്ന് നോക്കാം. ശ്രമിച്ചു നോക്കാം അല്ലെ? അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ സി എന്ന് പറയുന്ന കോണ് നമ്മളെ കഴിവ് ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രിയാണ് തെളിയിക്കണം അല്ലെ? അപ്പൊ ഞാൻ തുടക്കം എങ്ങനെ എഴുതുന്നത്? വി വാണ്ട് ടു പ്രൂവ്. ആ ഫിഗറിൽ നമുക്ക് തെളിയിക്കേണ്ടതാണ്. വി വാണ്ട് ടു പ്രൂവ്. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? മക്കളെ തെളിയിക്കേണ്ടത് അവിടെ ആംഗിൾ സി, കോൺ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട കാര്യം. മലയാളം മീഡിയം കുട്ടികൾ എന്താ എഴുതാം? കോൺ സി സമം 90 ഡിഗ്രി ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് എന്ന് മുകളിൽ എഴുതി വെക്കുക കേട്ടോ. ചുമ്മാ, അതായത് ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊന്ന് എഴുതി വെക്കാം. ഇനി നമ്മളെ കഴിവ് ഉപയോഗിച്ച് സി എന്ന് പറയുന്ന ആ കോണളവ് ഇത് 90 ഡിഗ്രി ആണെന്ന് കാണിച്ചു കൊടുക്കണം അല്ലെ? അപ്പോ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഞാൻ ഉറക്കെ പറയാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ. ചിത്രം നോക്കുന്ന സമയത്ത് അവിടെ ABC എന്ന് പേരുള്ള ഒരു ട്രയാങ്കിൾ, ABC എന്ന് പേരുള്ള ഒരു ത്രികോണമുണ്ട്. എനിക്കറിയാം ഏത് ത്രികോണം പരിഗണിക്കുകയാണെങ്കിലും അതിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. പിന്നെ ട്രയാങ്കിൾ മാത്രം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും അവിടെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ O എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ടല്ലോ. ഈ Oയും Cയും തമ്മിൽ യോജിപ്പിക്കുന്ന സമയത്ത്
ആ ത്രികോണം രണ്ട് ത്രികോണങ്ങളായിട്ട് മാറുന്നുണ്ട്. OC ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ട്രയാങ്കിള് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോ AOC BOC രണ്ട് പുതിയ ത്രികോണങ്ങൾ, രണ്ട് പുതിയ ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. എങ്കിലൊന്ന് പറഞ്ഞ മക്കളെ, നിങ്ങൾ പറഞ്ഞപ്പോ ആ കിട്ടിയ രണ്ട് ട്രയാങ്കിൾസ് നോർമൽ ട്രയാങ്കിൾസ് ആണോ? OC യോജിപ്പിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ AOC എന്ന് പറയുന്ന ത്രികോണവും BOC എന്ന് പറയുന്ന ത്രികോണം സാധാരണ ത്രികോണങ്ങളാണോ? ആണോ? അല്ല, അല്ലെ? നമുക്കറിയാം മൂന്ന് ട്രയാങ്കിൾസ്, മൂന്ന് ത്രികോണങ്ങൾ നമുക്കറിയാം. ആദ്യത്തേത് ഐസോസിലെസ് സമപാർശ്യം, രണ്ടാമത്തേത് ഇക്വിലാറ്ററൽ സമഭുജം, മൂന്നാമത്തേത് റൈറ്റാംഗിൾ ട്രയാംഗിൾ മട്ട ത്രികോണം. അല്ലെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാനത് കണ്ടുവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടിച്ചു നോക്കി എന്ന് വിചാരിക്കുകയാണ്. എങ്കിൽ പറഞ്ഞോ, ഇത് രണ്ടും ഏത് തരത്തിലുള്ള ത്രികോണങ്ങളാ? യെസ്, എന്താണ്? ബോത്ത് ആർ ഐസോസിലസ്. അത് രണ്ടും സമപാർശ്വമാണ്. എങ്ങനെ മനസ്സിലാക്കിയത്? ഒന്ന് നോക്കിക്കേ. ഇവിടെ O എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ മക്കളെ? അപ്പൊ ഒന്ന് പറഞ്ഞേ, OA എന്താണ്? റേഡിയസ്, അത് വൃത്തത്തിന്റെ ആരമാണ്. OB അതും തന്നെയാണ് റേഡിയസ്, അതും വൃത്തത്തിന്റെ ആരം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്ത ലൈന് OC അതും തന്നെയാണ് റേഡിയസ് ആണ്, വൃത്തത്തിന്റെ ആരമാണ്. ആരം എപ്പോഴും തുല്യ. ഇത് 5 ഇതും 5 ഇതും 5, ഇത് 10 ആവുമ്പോ ഇതും 10 ഇതും 10. ഇനി ഇതൊരു 10,32,43,312 ആണെങ്കിൽ ഇത് എത്ര തന്നെയാണ്? അത്ര തന്നെ. ഇത് എത്രയാണ്? അത്ര തന്നെയാണ്. അപ്പോ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പൊ ഉറപ്പിക്കാം AOC എന്ന് പറയുന്നത് ഐസോസിലസ് ആണ്, സമപാർശ്വമാണ്. അതേപോലെ ഇവിടെ OBയും OCയും ഈക്വൽ ആണ്. അപ്പൊ ഉറപ്പിക്കാം അതും ഐസോസിലസ് ആണ്, സമപാർശ്വ ത്രികോണാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ രണ്ട് സമപാർശ്വ ത്രികോണങ്ങൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, അല്ലേ മക്കളെ? എങ്കിൽ പറഞ്ഞോ, ഈ സമപാർശ്വ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വൽ ആണ്, രണ്ട് വശങ്ങൾ തുല്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ കോണുകളെ കുറിച്ച് കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? പെട്ടിയിലാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈലൈറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്ക് എന്താ എഴുതിയിട്ടുള്ളത്, അല്ലെ? എന്താണ്? അതായത് തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്താണ്? തുല്യമാണ്, അല്ലെ മക്കളെ? ദി ആംഗിൾസ് ദാറ്റ് ഓപ്പോസിറ്റ് ഓഫ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, പെട്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, എഴുതിയിട്ടില്ലേ? അപ്പോ ഇവിടെ നോക്കിക്കേ, ഇവിടെ AOC എന്ന് പറയുന്ന ത്രികോണം പരിഗണിക്കുന്ന സമയത്ത് OA എന്ന് പറയുന്ന വശവും OC എന്ന് പറയുന്ന വശവുമാണ് തുല്യം. ഈ രണ്ട് സൈഡ്സ് ആണ് ഈക്വൽ. അപ്പൊ ഒരു സംശയം വേണ്ട, ഈ വശത്തിന് എതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കും. പക്ഷെ എത്ര നമുക്കറിയില്ല. ചിലപ്പോ ഇത് 30 ആയിരിക്കും, അപ്പൊ അത് 30 തന്നെ. ചിലപ്പോ ഇത് 50 ആയിരിക്കും, ചിലപ്പോ അത് 50 തന്നെ. പക്ഷെ എത്ര അറിയില്ല നമുക്ക്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇതെന്തെന്ന് X എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതും തന്നെയാണ് X. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് X ആവുമ്പോ അത് X. അതേപോലെ BOC എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ, ആ ത്രികോണം നോക്കുക. അവിടെ നമുക്കറിയാം OBയും OCയുമാണ് ഈക്വൽ. ആ രണ്ട് വശങ്ങളെ തുല്യം. അല്ല, എന്താ തുല്യമാവാൻ കാരണം? യെസ്, എന്താണ്? അത് രണ്ടും റേഡിയസ് ആണ്, വൃത്തത്തിന്റെ ആരങ്ങളാണ്. അതുകൊണ്ടാണ് തുല്യമായത്. അപ്പൊ അത് സമപാർശ്വമായി ഐസോസിലസ് ആയി. നമുക്കറിയാം തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ദി ആംഗിൾസ് ദാറ്റ് ഓപ്പോസിറ്റ് ഓഫ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ള കാര്യം നമുക്കറിയാം. അറിഞ്ഞൂടെ? അപ്പൊ ഒരു സംശയം വേണ്ട, ഈ വശത്തിനെതിരെയുള്ള ഈ കോണം, ഈ വശത്തിനെതിരെയുള്ള ഈ കോണം, ഈ രണ്ട് സൈഡ്സിന് ഓപ്പോസിറ്റ് ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അത് എത്ര എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. അപ്പോ ഇത് ഞാൻ Y എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് മക്കളെ, Y തന്നെയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് X ആയപ്പോ ഇത് X ആയി, ഇത് Y ആയപ്പോ ഇതും Y ആയി, അല്ലേ മക്കളെ? അല്ല ചോദിക്കട്ടെ, ഈ Xകളെയും Yകളെയും കുറിച്ച് വല്ല കാര്യം നിങ്ങൾക്ക് അറിയോ? അതായത് ഇതൊക്കെയാണ് X, ഇതൊക്കെയാണ് Y. അതിനെ കുറിച്ച് വല്ലതും നിങ്ങൾക്ക് അറിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അറിയോ മക്കളെ? എന്തറിയാം? ഇതൊക്കെ കൂട്ടിയാൽ എത്രയാണ്? അതായത് Xഉം Yയും നോക്കിക്കെട്ടാ. ഇതാണ് X, Y. ഇതിന്റെയൊക്കെ സമ്മ അതൊക്കെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? യെസ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എത്രയാണ്? 180 ആണ്, 180 ഡിഗ്രി ആണ് എന്നുള്ള കാര്യം അറിയാം. എന്താ കാരണം? അല്ലെ? എന്താണ് അത്? ത്രികോണത്തിന്റെ കോണുകളുടെ തുകയാണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. അത് നമുക്കറിയാം 180. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ സമ്മും 180 ആണ്, ഇതിന്റെ സമ്മും 180 ആണ്, ഇതിന്റെ സമ്മും 180 ആണ്. ഏത് ട്രയാങ്കിൾ ആയിക്കോട്ടെ അതിന്റെയൊക്കെ ആംഗിൾസിന്റെ സമ്മ 180 ആണ്. ഈ ലോകത്തുള്ള എല്ലാ ത്രികോണങ്ങളുടെയും കോണുകളുടെ തുക എത്ര തന്നെയാണ്? 180 തന്നെയാണ്. ഇത് നോക്കിക്കോ, ഇത് X പ്ലസ് ഇതും X പ്ലസ് ഇത് Y
പ്ലസ് ഇതും y, ഇതൊക്കെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 180 കിട്ടുന്നുണ്ട്. എങ്കിൽ പറഞ്ഞോ എന്താണ് എക്സ് പ്ലസ് എക്സ്? യെസ്, എന്താണത്? 2x, 2x ആണ്. അതേപോലെ തന്നെ y പ്ലസ് y എന്താണ് മക്കളെ? 2y ഈക്വൽ ടു എത്ര ഉണ്ട്? 180 എന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. എങ്കിൽ 2x 2y സമം 180. പറഞ്ഞോ ഇതിനെ പൊതുവായിട്ട് കോമൺ ആയിട്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അതിനെ ചെറുതാക്കാൻ പറ്റും. കാരണം ഇതിനെയും 2 കൊണ്ട് ഹരിക്കാം, ഇതിനെയും 2 കൊണ്ട് ഹരിക്കാം, ഇതിനെയും 2 കൊണ്ട് ഹരിക്കാം. എങ്കിൽ പറഞ്ഞോ എന്താ? 2x നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക നമുക്ക്? x. 2y നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? y. 180 നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 90 എന്നാണ് കിട്ടുക. അല്ലെ മക്കളെ? അങ്ങനെ കിട്ടും നമുക്ക്. ഇവിടെ എഴുതുന്നുണ്ട് x പ്ലസ് y സമം 90 എന്ന് കിട്ടും. x പ്ലസ് y സമം 90. എങ്കിൽ പറഞ്ഞേ ഇനി ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കി നിങ്ങള്. x പ്ലസ് y സമം 90 എന്നാ കിട്ടിയത്. നോക്കുക, x എന്ന് പറയുന്നത് ഇത്, y എന്ന് പറയുന്നത് ഇത്. അപ്പൊ x പ്ലസ് y എന്ന് പറയുന്ന കോൺ ഇത് മൊത്തമാണ്. അല്ലെ മക്കളെ? അപ്പൊ ഈ മൊത്തം കോണളവ് ദാറ്റ് ഈസ് x പ്ലസ് y. x പ്ലസ് y എത്ര കിട്ടി നമുക്ക്? 90 ഡിഗ്രി എന്ന് കിട്ടി. അല്ലെ മക്കളെ? ഇതല്ലേ തെളിയിക്കാൻ പറഞ്ഞത്? തെളിയിച്ചു. എളുപ്പല്ലേ? അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് കാണിക്കാൻ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ടാവും അല്ലെ? അതായത് ഇത് എക്സ് ആവുമ്പോൾ ഇത് എക്സ് എങ്ങനെയായി, ഇത് വൈ ആവുമ്പോൾ ഇത് എങ്ങനെ വൈ ആയി, ഇതൊക്കെ കൂട്ടുമ്പോൾ 180 എങ്ങനെയായി, അവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പറ്റില്ലേ? പക്ഷെ ഇത് എഴുതി കാണിക്കണം. വേണ്ട മക്കളെ? അപ്പോ ആ എഴുതി കാണിക്കേണ്ടത് എങ്ങനെ എന്ന് കൂടി ഞാൻ പറയാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി കേട്ടാ. നോക്കിക്കോ, ഇതൊക്കെ മായ്ക്കുകയാണ്. എവിടെ നമ്മൾ തുടങ്ങിയത് ഓർമ്മയുണ്ട? എങ്ങനെ നമ്മൾ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ട? യെസ്, എങ്ങനെയാണ്? ആദ്യം നമ്മള് എ ബി സി എന്ന് പറയുന്ന ത്രികോണം നോക്കി. അതിന് 3 കോണുകൾ, 3 ആംഗിൾസ് ഉണ്ടായിരുന്നു. അതിന്റെ സമ്മ് 180, അതിന്റെ കോണുകളുടെ തുക 180 എന്നുള്ള കാര്യം അറിയാം. പക്ഷെ അത് മാത്രം ഉപയോഗിച്ച് ഇത് 90 ഡിഗ്രി എന്ന് തെളിയിക്കാൻ ഒരു അവസരം നമ്മൾ അവിടെ കണ്ടില്ല. അപ്പൊ നമ്മൾ ചെയ്തു, ആ ത്രികോണത്തെ 2 ത്രികോണങ്ങളായിട്ട് വിഭജിച്ചു. ആ ട്രയാംഗിളിനെ 2 ട്രയാംഗിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. അല്ലെ മക്കളെ? അത് സെപ്പറേറ്റ് ചെയ്യാൻ എന്താ ചെയ്തത്? യെസ്, എന്താ ചെയ്തത്? OC എന്ന് യോജിപ്പിച്ചിട്ടാണ് അതിനെ 2 ത്രികോണങ്ങളാക്കിയത്. അല്ലെ മക്കളെ? അപ്പോ ഡോട്ട് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. എന്നിട്ട് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം ആയതുകൊണ്ട് ഞാനത് എഴുതി വെക്കുകയാണ്. OC യോജിപ്പിക്കുന്നു. OC യോജിപ്പിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എന്തെഴുതും? ജോയിനിങ് OC. OC ജോയിൻ ചെയ്തു. അങ്ങനെ OC ജോയിൻ ചെയ്തതിന്റെ ഫലമായിട്ട് 2 ത്രികോണങ്ങൾ കിട്ടി. ആദ്യത്തേത് AOC, രണ്ടാമത്തെ ട്രയാംഗിൾ BOC. അത് രണ്ടുമാണ് അതിനുശേഷം നമ്മൾ നോക്കിയത്. അല്ലെ മക്കളെ? അപ്പോ അതിനുശേഷം ഞാൻ എഴുതുന്നുണ്ട് കൺസിഡറിങ്. കൺസിഡർ ചെയ്യുന്നു. ഏതൊക്കെ ട്രയാംഗിൾസ്? ട്രയാംഗിൾ AOC എല്ലാവരും കാണുന്നല്ലോ അല്ലെ? AOC ആൻഡ് ട്രയാംഗിൾ BOC. ത്രികോണം AOCയും ത്രികോണം BOCയും പരിഗണിച്ചു. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോവാണ്. പരിഗണിക്കുന്നു എന്ന് എഴുതി വെക്കണം. വെക്കല്ലോ. എങ്കിൽ അതിനുശേഷം ഇത് പരിഗണിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് അത് രണ്ടും സാധാരണ ത്രികോണങ്ങളല്ല. എന്താണ്? രണ്ടും ഐസോസിലസ് ആണ്, സമപാർശ്വമാണെന്ന് മനസ്സിലാക്കി. അല്ലെ മക്കളെ? അല്ല, അതെങ്ങനെ സമപാർശ്വമായത്? എങ്ങനെയാണ്? ഇവിടെ OA റേഡിയസ് ആണ്, ആരം OC റേഡിയസ് ആണ്, ആരം. അതേപോലെ OBയും ആരം തന്നെയാണ്. അപ്പൊ ഈ 2 വശങ്ങൾ തുല്യം. അപ്പൊ ഇത് ഐസോസിലസ് ആണ്, സമപാർശ്വമാണ്. ഈ 2 സൈഡ്സ് ഈക്വൽ. അപ്പൊ ഇതും തന്നെയാണ് ഐസോസിലസ് ആണ്, സമപാർശ്വമാണ്. 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമ്മൾ പറയാ ഐസോസിലസ് എന്നാണ്. 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിളെ നമ്മൾ പറയാ സമപാർശ്വം എന്നാണ്. അപ്പൊ എഴുതി വെക്കുന്നു ബോത്ത് ആർ, രണ്ടും ബോത്ത് ആർ ഐസോസിലസ്. 2 ത്രികോണങ്ങളും സമപാർശ്വ ത്രികോണങ്ങളാണ് എന്ന് എഴുതി വെക്കണം. എഴുതി വെക്കല്ലോ. പറഞ്ഞേ സമപാർശ്വം കാരണം എഴുതി വെക്കണ്ട. കാരണം അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ എത്രത്തോളം ചുരുക്കി എഴുതാൻ പറ്റും അത്രത്തോളം ചുരുക്കി എഴുതുക. പക്ഷെ നല്ലോണം ചുരുക്കി എഴുതുക കേട്ടാ. അതായത് ഞാൻ അവസാനം എഴുതിയ സ്റ്റെപ്പ് മാത്രം എഴുതരുത്, അതിന് കൂടെ ഇതും കൂടി നിങ്ങൾ എഴുതണം കേട്ടാ. നോക്കിക്കോ. അപ്പൊ ഐസോസിലസ് സമപാർശ്വമാണെന്ന് മനസ്സിലാക്കി. ഇനിയാണ് നമ്മൾ അതിന്റെ കോണുകളെ കുറിച്ച് ചിന്തിച്ചത്. പറഞ്ഞേ എന്താ കോണുകളുടെ പ്രത്യേകത? യെസ്, എന്താണ്? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ദി ആംഗിൾസ് ദാറ്റ് ഓപ്പോസിറ്റ് ഓഫ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. എങ്കിൽ പറഞ്ഞോ ഇവിടെ ഈ സൈഡും ഈ സൈഡും ഈ 2 വശങ്ങളെ തുല്യം. അപ്പോ
ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ആ രണ്ട് വശങ്ങൾക്കും ഇതിലുള്ള കോണിന് തുല്യമായിരിക്കും. എത്രയെന്ന് അറിയാത്തതുകൊണ്ട് അതെന്തെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് എക്സ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതി വെക്കുകയാണ്. ഈ വശത്തിനെതിരുള്ളത് ദാ എ എന്ന് പറയുന്ന കോണാണ് കോൺ എ ഈക്വൽ ടു. അതേപോലെ ഈ വശത്തിനെതിരുള്ളത് ഈ കോണാണ്. പറഞ്ഞ് ആ കോൺ എന്താ പേര് എഴുതുക? സി എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം സി എന്ന് പറയുന്നത് ഇതാവാം, ഇതും സി തന്നെ. ഇനി ഇത് മൊത്തം എന്തെന്നെയാണ്? സി തന്നെയാണ്. അപ്പോ ഏത് കോണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് എഴുതണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ദാദാ ഇത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഒന്നില്ലെങ്കിൽ ഒ സി എ എന്ന് പറയാം, അതല്ലെങ്കിൽ എ സി ഒ എന്ന് പറയാം. അത് രണ്ടും ദാ ഈ കോൺ തന്നെയാണ് അല്ലെ? ഞാൻ എഴുതുന്നത് ഒ സി എ എന്നാണ് ഞാൻ എഴുതുന്നത്. വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനി എ സി ഒന്ന് എഴുതാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ഞാൻ അത് രണ്ടും എന്ന് വിചാരിച്ചു. എക്സ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അതേപോലെ അപ്പുറത്ത് ഒ ബിയും ഒ സി ആണ് തുല്യം. അപ്പൊ ഒരു സംശയം വേണ്ട, ആ വശങ്ങളൊക്കെ ഇതിലുള്ള കോണിന് തുല്യമാണ്. അപ്പൊ ദാ ഈ വശത്തിനെതിരുള്ള കോൺ ഇതാണ്, ഈ വശത്തിനെതിരുള്ള കോൺ ഇതാണ്. എത്ര എന്നറിയില്ല, 2 എന്ന് വിചാരിക്കാം, y എന്ന് വിചാരിക്കാം. അപ്പൊ അത് എഴുതി വെക്കുന്നു. ആദ്യം ഇതിന്റെ പേര് അത് ബി എന്നാണ്. അപ്പൊ കോൺ ബി സമം. ഇനി ഇതിന്റെ പേര് ഒ സി ബി എന്നോ ബി സി ഒ എന്നോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങൾ ഇഷ്ടം. ഞാൻ എഴുതുന്നത് ഒ സി ബി എന്നാണ് എഴുതുന്നത്. ഈക്വൽ ടു എന്ന് എഴുതി y എന്ന് എഴുതിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് എക്സ്, ഇത് എക്സ്, ഇത് y, ഇതും y. പറഞ്ഞോ, ഈ കോണുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാം മക്കളെ നിങ്ങൾക്ക്? യെസ്. എന്താണ് അതിന്റെയൊക്കെ തുക? സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്, 180 ഡിഗ്രി ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അത് എഴുതി വെക്കുന്നു. Therefore ആയതുകൊണ്ട് എന്തെഴുതും നമ്മള്? എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൈ സമം എത്രയാണെന്ന് എഴുതാം നമുക്ക്? 180 ഡിഗ്രി. മറന്നു പോകാതിരിക്കാൻ കാരണം ബ്രാക്കറ്റ് എഴുതി വെക്കുക. എന്ത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രി ആണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. മറന്നു പോകാതിരിക്കാൻ നിർബന്ധമായിട്ടും അത് എഴുതി വെക്കണം. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നമ്മൾ എക്സും എക്സും കൂട്ടിയിട്ട് 2x എന്ന് എഴുതി, വൈയും വൈയും കൂട്ടിയിട്ട് 2y എന്ന് എഴുതി. ഈക്വൽ ടു എത്ര? 180. പിന്നെ നമ്മൾ ഇതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2x, ഇവിടെ 2y, ഇവിടെ 180 എല്ലാത്തിനും നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ 2 കൊണ്ട് ഹരിക്കാൻ പോവാണ്. അവിടെ എഴുതാം 2x-നെ 2 കൊണ്ട് ഹരിച്ചാൽ x, നടുവിൽ ചിഹ്നം പ്ലസ് 2y-നെ 2 കൊണ്ട് ഹരിച്ചാൽ y തന്നെയാണ് സമം 180-നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? അതിന്റെ പകുതിയാണ്. എത്രയാണ്? 90. എങ്കിൽ പറഞ്ഞോ, അവിടെ x എന്ന് പറയുന്നത് ഇതും ഇതും, y എന്ന് പറയുന്നത് ഇതും ഇതും. പക്ഷെ x പ്ലസ് y എന്ന് പറയുന്നത് ഈ കോണാണ്. ആ കോണിന് നമ്മൾ പേര് കൊടുത്തത് സി എന്നാണ്. അപ്പോ കോൺ സി സമം എത്രയാണ് എഴുതാം? 90 ഡിഗ്രി ആണ്, 90 ഡിഗ്രി ആണെന്ന് എഴുതാൻ പറ്റും. അതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. We want to prove angle C equal to 90. നമുക്ക് തെളിയിക്കേണ്ടത് കോൺ സി സമം 90 ഡിഗ്രി ആണെന്നാണ് തെളിയിക്കുന്നത്. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തെളിയിച്ചു. കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? നോക്കാതെ എഴുതണം കേട്ടാ. ഇനി എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് കാണാൻ, എത്ര 100 പ്രാവശ്യം കാണാനും യൂട്യൂബിലാണെങ്കിലും, യൂട്യൂബിലൂടെ ആയതുകൊണ്ട് നമുക്ക് പറ്റും. അപ്പോ നോക്കാതെ തന്നെ എഴുതി ശീലിക്കുക. ഇത് എഴുതി പഠിക്കുക. മാത്രമല്ല ഇത് തെളിയിക്കാൻ അടക്കം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഒറ്റയ്ക്ക് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, എഴുതി കഴിഞ്ഞു വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കോട്ടെ. പറഞ്ഞേ, എന്താ നമ്മളിപ്പോ തെളിയിച്ചത്? എന്താ പ്രൂവ് ചെയ്തത്? അല്ലെ, എന്താ ചെയ്തത്? വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ അത് 90 ഡിഗ്രിയാണ്. ഡയമീറ്ററിന്റെ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അത് എത്രയാണെന്ന് തെളിയിച്ചു മക്കളെ? നമ്മുടെ 90 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ മക്കളെ? അങ്ങനെ ചുമ്മാ ചോദിക്കട്ടെ, അപ്പൊ ഇത് എത്രയാണ്? അല്ലെ, ഇത് എത്ര തന്നെയാണ്? 90 ഡിഗ്രി തന്നെയാണ്. അങ്ങനെ ചോദിക്കട്ടെ, ഇത് എത്രയാണ്? യെസ്, അത് എത്ര തന്നെയാണ്? 90 തന്നെയാണ് അല്ലെ മക്കളെ? കാരണം അതൊക്കെ ഡയമീറ്റർ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ തന്നെയാണ്. ഇനി ഇതേപോലെ യോജിപ്പിച്ചാൽ 2 ഐസോസിലസ് സമപാർശ്വ ത്രികോണങ്ങൾ കിട്ടും. നേരത്തെ തെളിയിച്ചതുപോലെ ഇവിടെ നമുക്കത് തെളിയിക്കാൻ പറ്റും അല്ലെ മക്കളെ? അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത ഈ പ്രസ്താവന ഉപയോഗിച്ചിട്ടാണ് കുറച്ച് നേരത്തേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇത് നമുക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യണം? പെട്ടിയിലാക്കണം. മാത്രമല്ല എന്തുകൂടി കൊടുക്കണം? ഡേഞ്ചർ സൈൻ കൂടി കൊടുക്കണം. ഈ പുതിയ കുട്ടികൾക്ക് ഡേഞ്ചർ സൈൻ എന്താ അറിയോ? ഇതാണ് ഡേഞ്ചർ സൈൻ. അതായത്
നമ്മൾ പാഠഭാഗങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇതേപോലെ പെട്ടിയിലാക്കിയിട്ട് ഈ ഡേഞ്ചർ സൈൻ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോ ഡേഞ്ചർ സൈൻ ആണ്, പെട്ടിയിൽ എഴുതി വെക്കേണ്ടതാണ്. ഒന്ന് എഴുതി വെച്ചോ. എന്തെഴുതാ നമുക്ക്? ഇതേപോലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആണ് എന്ന് എഴുതി വെക്കണോ? വേണ്ട, ചുരുക്കി എന്ത് എഴുതിയാൽ മതി? അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണ് എന്ന് ചുരുക്കി എഴുതിയാൽ മതി. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണ്. ഇംഗ്ലീഷ് മീഡിയം എങ്ങനെ എഴുതും? ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. യൂണിറ്റ് കൂടി എഴുതി വെക്കുക, ആംഗിൾ ആയതുകൊണ്ട്. ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അങ്ങനെ എഴുതാ. പെട്ടിയിലാക്കുന്നതിന് മുമ്പ് നോക്ക്. അപ്പൊ ഇതെത്ര പറഞ്ഞേ? അത് 90 ആണോ? ഇത് 90 ഡിഗ്രി ആണോ? അല്ല. കാരണം എന്താ? അത് ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ അല്ല, അത് അർദ്ധവൃത്തത്തിലെ കോണല്ല. അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് പറയണമെങ്കിൽ ഇതേപോലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ബിന്ദുവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ ആംഗിൾ ഓഫ് ദി സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നിയ പോലെ അവിടുന്ന് ഇവിടുന്ന് ഇതേപോലെ കോണ് വരച്ചിട്ട് അത് സെമി സർക്കിളിലാണ്, അത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം, അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് പറയണമെങ്കിൽ, ആംഗിൾ ഓഫ് ദി സെമി സർക്കിൾ എന്ന് പറയണമെങ്കിൽ ഇതേപോലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാണ് കോൺ ഉണ്ടാക്കേണ്ടത്. ഡയമീറ്റർ ലൈൻസ് ആണ് ഇതേപോലെ ആംഗിൾ ഉണ്ടാക്കേണ്ടത്. അതിന് മാത്രമേ നമ്മൾ ആംഗിൾ ഓഫ് ദി സെമി സർക്കിൾ എന്ന് പറയാറുള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടിയിലാക്കുന്നു, ഡേഞ്ചർ സൈൻ കൊടുക്കുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചോദ്യം എങ്ങനെയാണ്? മലയാളം മീഡിയം കുട്ടികൾ എഴുതിക്കോ. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും O വൃത്തകേന്ദ്രമാണ്. ഓരോന്നിലും കോൺ x കണ്ടുപിടിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എഴുതിക്കോ. ഇൻ ദി ഫോളോയിങ് പിക്ചർ O is the center of the circle. Find angle x in each. ഇതാണ് ചോദ്യം. പൗസ് ചെയ്യാം, എന്നിട്ട് ചിത്രം വരയ്ക്കുക. എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷെ വേണ്ട. ആദ്യത്തെ ചോദ്യമല്ല ഇത് ഞാൻ ചെയ്യാം. ഒരു 2-3 ചോദ്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണം. അതിനുശേഷം കുറച്ച് ഹോംവർക്ക് ഞാൻ തരാം കേട്ടോ. നോക്കിക്കോ. അപ്പൊ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ കുറെ വൃത്തങ്ങളുണ്ട്. ഒന്നൊന്നല്ല, ഇപ്പൊ ഒന്നേ വരച്ചിട്ടുള്ളൂ. കുറെ വൃത്തങ്ങളുണ്ട്, കുറെ സർക്കിൾസ് ഉണ്ട്. എല്ലാത്തിലും O എന്ന് പറയുന്നത് സെന്റർ, O എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രം എങ്കിൽ പറഞ്ഞോ. അപ്പൊ ഈ സാധനം എന്താ? യെസ്, എന്താണ്? അത് ഡയമീറ്റർ ആണ്, വൃത്തത്തിന്റെ വ്യാസമാണ്. അല്ലെ മക്കളെ? പറഞ്ഞേ, ഇത് വ്യാസമായതുകൊണ്ട് ഒരു സംശയം വേണ്ട. ഇതും അർദ്ധവൃത്തങ്ങളാണ്, സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിനെ കുറിച്ച് ഒരു കാര്യം ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ ഈസ് 90. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അല്ലെ മക്കളെ? അപ്പൊ ഒരു സംശയം വേണ്ട. ഡയമീറ്റർ എൻസ് അറ്റങ്ങളാണ്, വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാണത്. അതാ ഇവിടെ ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ട. ഇത് എത്രയായിരിക്കും? 90 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എഴുതാൻ സൗകര്യത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ABC എന്നൊക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം. അപ്പൊ അവിടെ ഞാൻ പേര് കൊടുത്ത സ്ഥിതിക്ക് കോൺ C സമം 90 ഡിഗ്രി, ആംഗിൾ C 90 എന്ന് എഴുതി വെക്കണോ? റീസൺ മറക്കരുത്. അത് ആംഗിൾ ഓഫ് ദി സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണാ. കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ x എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലെ? അതിന് വേണ്ടിയിട്ട് ഈ കോണ് എത്രന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 30 ഡിഗ്രി ആംഗിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കോണുകൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിക്കോട്ടാ. അപ്പൊ 30 ഡിഗ്രി ചോക്ക്, ഇതാണ് 30. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ട്രയാംഗിൾ, ഈ ത്രികോണം ഞാൻ ഒന്ന് പരിഗണിക്കാൻ പോവാണ്. പരിഗണിച്ചത് പേര് കൊടുത്ത സ്ഥിതിക്ക് ഞാൻ പേര് പറയാം. AOC. പറഞ്ഞേ, അതൊരു നോർമൽ ട്രയാംഗിൾ ആണോ? അതൊരു സാധാരണ ത്രികോണാണോ? അല്ല. എന്താണ്? OAയും OCയും ഈക്വൽ ആയതുകൊണ്ട് അത് ഐസോസെലസ് ആണ്, സമപാർശ്വമാണ്. സമപാർശ്വ ത്രികോണത്തെ കുറിച്ച് നമുക്കറിയാം. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഒരു സംശയം വേണ്ട. ഈ വശത്തിനെതിരുള്ള ഈ കോൺ 30 ഡിഗ്രി ആയതുകൊണ്ട് ഈ വശത്തിനെതിരുള്ള ഈ കോൺ എത്ര തന്നെയാണ്? 30 ഡിഗ്രി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അത് എഴുതി വെക്കുന്നുണ്ട്. കോൺ A സമം 30 ഡിഗ്രി ആണ്.
ആയതുകൊണ്ട് കോൺ OCA എന്ന് പറയുന്നതും എത്ര തന്നെയാണ് 30 ഡിഗ്രി ആണെന്ന് എഴുതി വെക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഇനി എക്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ലെ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഇതാണ് എക്സ്, ഇത് 30 ഡിഗ്രി നമ്മളിപ്പോ മനസ്സിലാക്കി. ഇത് ടോട്ടൽ ആ മൊത്തം കോണം എത്രയെന്ന് അറിയാം മക്കളെ? നമുക്ക് 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അറിഞ്ഞൂടെ? അപ്പൊ പറഞ്ഞേ, ഇത് മൊത്തം 90, ഇത് 30. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യെസ്, എന്ത് ചെയ്യണം? ഈ 90ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 30. 30 എന്ന് മൈനസ് ചെയ്താൽ മതി. എത്ര കിട്ടും? 60. 60 ഡിഗ്രി എന്ന് കിട്ടും. എളുപ്പല്ലേ? അപ്പോ ഒറ്റയ്ക്ക് ചെയ്യാം. 2 ചോദ്യങ്ങൾ BC ചോദ്യങ്ങളുണ്ട്. നേരത്തെ ചെയ്ത ചോദ്യങ്ങളുടെ ബാക്കി തന്നെയാണ്. രണ്ടിലും O സെന്റർ ആണ്, വൃത്തത്തിന്റെ കേന്ദ്രമാണ്. എക്സ് കണ്ടുപിടിക്കണം. ആദ്യത്തെ ചിത്രത്തിൽ ഒരു കോൺ 40 ഡിഗ്രി എന്നും മറ്റേതിൽ ഒരു കോൺ 1 ആംഗിൾ 50 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ചെയ്യാൻ ശ്രമിക്കില്ലേ? ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം വേണം. കാരണം നമ്മൾ ഉദ്ദേശം ഇത് എഴുതി എനിക്ക് അയച്ചു തന്ന് എന്നെ ബോധ്യപ്പെടുത്തലല്ല, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കലാണ്. അപ്പൊ ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളല്ല കേട്ടാ. അതായത് നിങ്ങളുടെ എബിലിറ്റി, നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ തരുന്ന അഡീഷണൽ ചോദ്യങ്ങളാണിത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായാലും ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കഷ്ടമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുണ്ടാവും. ഓക്കെ, അപ്പൊ അതാ ഞാൻ ചെയ്തു തുടങ്ങുകയാണ്. നോക്കിക്കോ. എങ്കിൽ ആദ്യത്തേത് ഇതാണ് എക്സ്, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി പേര് കൊടുക്കാം. നമുക്ക് ABC എന്ന് പേര് കൊടുക്കാം. പറഞ്ഞേ, O കേന്ദ്രമാണ്, സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഒരു സംശയം വേണ്ട, AB വ്യാസമാണ്, ഡയമീറ്റർ. അത് വ്യാസമായതുകൊണ്ട് these two are semi circles, അർദ്ധവൃത്തങ്ങളാണ്. അർദ്ധവൃത്തത്തിലെ ഈ കോൺ അത് എത്രയാണെന്ന് അറിയാം നമുക്ക്? 90 ഡിഗ്രി ആണ്. ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ അത് ആംഗിൾ C ആണ്. അത് എത്രയാണെന്ന് അറിയാം നമുക്ക്? 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം അറിയാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ കഴിവ് ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കോൺ എത്ര തന്നിട്ടുണ്ട്? 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോ എങ്ങനെ മക്കളെ ആലോചിക്കുക? യെസ്, എന്ത് ചെയ്യും? 40 ഡിഗ്രി കോണത് അടങ്ങുന്ന ഈ ത്രികോണം നമ്മൾ പരിഗണിക്കും. ഈ ട്രയാങ്കിൾ BOC കൺസിഡർ ചെയ്യും. അവിടെ OBയും OCയും തുല്യമായതുകൊണ്ട്, ആ 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് ഐസോസിലസ് ആണ് സമപാർശ്വം. അപ്പോൾ ഒരു സംശയം വേണ്ട, ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ 40 ഡിഗ്രി ആയതുകൊണ്ട് ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ, ആ കോൺ എത്ര തന്നെയാണ്? 40 തന്നെയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്കിൽ പറഞ്ഞേ, ഇത് മൊത്തം 90, ഇത് 40 എന്ന് ഇപ്പൊ മനസ്സിലാക്കി. അപ്പൊ പറഞ്ഞോ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക നമ്മള്? യെസ്, എന്ത് ചെയ്യും? ആ 90ൽ നിന്ന് 40 കുറച്ചാ പോരെ? മൈനസ് ചെയ്യാം. അപ്പൊ എഴുതാം, അവിടെ ആംഗിൾ B എന്ന് പറയുന്നതും ആംഗിൾ OCB എന്ന് പറയുന്നതും ഈ 2 കോണും 40 ഡിഗ്രിന്ന് കിട്ടി. 40 ഡിഗ്രി. അപ്പൊ അപ്പുറത്തുള്ള കോൺ, അതായത് കോൺ OCA കണ്ടുപിടിക്കാൻ, OCA ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 90ന് എത്ര കുറയ്ക്കാൻ പോവാണ്? നമ്മള് 40 എന്ന് കുറയ്ക്കാൻ പോവാണ്. എത്ര കിട്ടും? 50 ഡിഗ്രിന്ന് കിട്ടും. അപ്പൊ ഇത് 50 ഡിഗ്രിന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ചോദിക്കട്ടെ, അപ്പൊ എക്സ് എന്താ? എത്രയാണ്? യെസ്, അത് എത്ര തന്നെയാണ് മക്കളെ? 50 ഡിഗ്രിയാണ്. കാരണം OA OC റേഡിയസ് ആണ്, ആരങ്ങളാണ്, ഇതും സമപാർശ്വമാണ്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പൊ എക്സും 50ഉം തുല്യം. therefore x equal to x സമയം എത്രയാണെന്ന് നമുക്ക് 50 ഡിഗ്രി എഴുതാം. അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. വീണ്ടും ആവർത്തിക്കാണ്, ആ സമപാർശ്വ ത്രികോണത്തിന്റെ കോണുകളുടെ പ്രത്യേകത കുറെ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു. അല്ലെ? ഐസോസിലസ് ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ ഫീച്ചർ കുറെ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു, ഇനി കുറെ പ്രാവശ്യം ഉപയോഗിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് തലേക്ക് കയറ്റി വെക്കുക. എന്താ കയറ്റി വെക്കുക? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. ദി ആംഗിൾസ് ദാറ്റ് ഓപ്പോസിറ്റ് ഓഫ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ള കാര്യം മനസ്സിലേക്ക് കയറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ എളുപ്പം തോന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോ അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ ചിത്രത്തിൽ എഴുതുന്നുള്ളൂ, ഇതേപോലെ എഴുതി കാണിക്കണില്ല കേട്ടാ. അതായത് കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ ഇത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു വിചാരിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പും ഞാൻ എഴുതി കാണിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് സ്റ്റെപ്പ് ഒക്കെ എഴുതണ്ട, അല്ലാതെ ഉത്തരം മാത്രം എഴുതിയാലേ കോപ്പി അടിച്ചെന്ന് വിചാരിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് സ്റ്റെപ്പ് ഒക്കെ എഴുതുക. ഇപ്പോ ഞാൻ ഇവിടെ ചിത്രത്തിന് മാത്രമേ ഉത്തരം എഴുതുന്നുള്ളൂ കേട്ടാ. നോക്കാം, ABC പേര് കൊടുത്തു. അപ്പൊ ഇവിടെയും എക്സ് കണ്ടുപിടിക്കണം. നോക്കിക്കോ,
ഓ കേന്ദ്രമായതുകൊണ്ട് ഒരു സംശയം വേണ്ട. എ സി നോക്കുക, എ സി ഡയമീറ്റർ ആണ്, വ്യാസം. അപ്പൊ ഇതും അർദ്ധവൃത്തമാണ്, സെമി സർക്കിൾ ആണ്. നമുക്കറിയാം ആംഗിൾ ഓഫ് ദി സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോൺ 90 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ പേര് കൊടുത്തത് പ്രകാരം ബി, ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 90. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് 90, 90, ഇത് 50, 50. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? യെസ്. എത്രയാണ് മക്കളെ? 90ന്ന് 50 കുറച്ചാൽ മതി. അപ്പൊ 90ന്ന് 50 കുറയ്ക്കുകയാണ്, എത്ര കിട്ടും? 40, 50 ഡിഗ്രി കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ചോദിക്കട്ടെ, ഇത് 40 ഇപ്പൊ കിട്ടി. അപ്പൊ ഇതോ? യെസ്, അത് എത്ര തന്നെയാണ്? 40 ഡിഗ്രി. എന്താ കാരണം? ഒ ബിയും ഒ സിയും റേഡിയസ് ആണ്, അത് രണ്ടും വൃത്തത്തിന്റെ ആരങ്ങളാണ്. ഐസോസെൽ സമപാർശ്വ ത്രികോണം പറഞ്ഞു അടുത്ത കാര്യമാണ്. തുല്യമായ വശങ്ങൾക്ക് ഇതിലുള്ള കോണുകൾ തുല്യം. അപ്പൊ ഇത് 40 കിട്ടി. അപ്പൊ ഇത് എത്ര തന്നെയാണ്? 40. അല്ല, ഇതല്ലേ എക്സ്. ഇനി എങ്ങനെയാ എക്സ് കണ്ടുപിടിക്കുക? പറഞ്ഞോ. യെസ്, എങ്ങനെയാണ്? മൊത്തം കോണുകൾ കൂട്ടിയാൽ എത്രയാണ്? 180. ഏത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 180. അപ്പോ ഇത് മൊത്തം 180. ഇതാണ് അറിയേണ്ടത്. ഇതും 40, ഇതും 40. അപ്പൊ ഒന്ന് ആലോചിക്കേ, ഇതും കൂട്ടിയിട്ട് 180 കുറച്ചാൽ ഈ എക്സ് എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? യെസ്, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 180 കുറയ്ക്കാൻ പോവാണ്. ഏതൊക്കെ? 40ഉം 40ഉം. അല്ല, എവിടുന്ന 180 വന്നത്? എങ്ങനെയാണ്? യെസ്, എങ്ങനെയാണ്? ത്രികോണത്തിന്റെ കോണുകളുടെ തുക, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? 180 ആണ്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 180 കുറയ്ക്കാൻ പോവാണ്. എത്ര? 80. കുറയ്ക്കുന്ന സമയത്ത് എത്ര കിട്ടും? 100, 100 ഡിഗ്രിന്ന് കിട്ടും. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 100, 100. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒറ്റ ഒന്നുകൂടി ഞാൻ ചെയ്യാം, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം കേട്ടോ. ഇതാണ് അടുത്തത്. അപ്പൊ ഇത് ഞാൻ ശ്രമിക്കുകയാണ്, നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം കേട്ടാ. അപ്പോ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, ഞാൻ നേരത്തെ ചെയ്ത കുറച്ച് ചോദ്യങ്ങളില്ലേ, അത് എന്റെ രീതിയിലല്ലാതെ, ഞാൻ ചെയ്ത മെത്തേഡിലല്ലാതെ വേറെ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുംട്ടാ. അതായത് മാത്സ് ആയതുകൊണ്ട് പല മെത്തേഡിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്റെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും മെത്തേഡിലൂടെ ശരി ഉത്തരം കിട്ടിയാൽ അത് മക്കളെ നിങ്ങളുടെ കഴിവാണ്. അപ്പോ മറ്റു രീതിയിലൂടെയും ചെയ്യാൻ പറ്റുണ്ടോ നിങ്ങൾ നോക്കണം. അപ്പൊ ഈ ചോദ്യം ഞാൻ ചെയ്യാൻ പോവാണ്. ഇവിടെയും O എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സർക്കിളിന്റെ സെന്റർ തന്നെയാണ്. ഈ കോൺ 110, 110 എന്ന് തന്നിട്ടുണ്ട്. എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മറ്റേത് രീതിയിലൂടെ നിങ്ങൾക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ്. ഞാനൊരു രീതി പറയാൻ പോവാണ്, നോക്കിക്കോ. പേര് കൊടുക്കാം ABC. ഒരു സംശയം വേണ്ട, ഇവിടെ ബി എന്ന് പറയുന്ന ഈ കോൺ എത്രയാണ്? 90 ഡിഗ്രി ആണ്. എന്താ കാരണം? യെസ്, എന്താണ് അത്? ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ ആണ്, അർദ്ധവൃത്തത്തിലെ കോണാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ് കണ്ടുപിടിക്കണം. ഇത് 110 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഈ ട്രയാങ്കിൾ, ഈ ത്രികോണം ഞാനിന്ന് പരിഗണിക്കാൻ പോവാണ്. പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ OB OCR ഈക്വൽ, രണ്ട് വശങ്ങൾ തുല്യം, സമപാർശ്വമാണ്. അപ്പോ ഈ വശത്തിനെതിരുള്ള ഈ കോണം, ഈ വശത്തിനെതിരുള്ള ഈ കോണം തുല്യമാണ്. അത് എത്രയാണ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. ഇത് മൊത്തം കൂട്ടിയാൽ 180. അപ്പൊ 180ൽ നിന്ന് 110 കുറച്ചാല് ഇതിന്റെയും സമ്മ്, തുക കിട്ടും. വീണ്ടും ആവർത്തിക്കുകയാണ്, മൊത്തം 180. അപ്പൊ 180ൽ നിന്ന് 110 കുറച്ചാൽ ഈ രണ്ട് കോണുകളുടെ തുക നമുക്ക് കിട്ടും. അപ്പോ രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് ഓരോന്നും എത്രയെന്ന് മനസ്സിലാക്കാൻ ബൈ 2 ചെയ്യുന്നു, അതിന്റെ പകുതി കാണുന്നു. 180ൽ നിന്ന് 110 കുറച്ചാൽ 70. 70ന്റെ പകുതി എത്രയാണ്? 35 ഡിഗ്രി. അപ്പൊ ഒരു സംശയം വേണ്ട, ഇതും 35 ഡിഗ്രി ആണ്, ഇതും എത്ര തന്നെയാണ്? 35, 35 തന്നെയാണ്. എങ്കിൽ ഈ എക്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. കാരണം ഇത് മൊത്തം 90, ഇത് 35 ഇപ്പൊ കിട്ടി. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ, എക്സ് കണ്ടുപിടിക്കാൻ 90ൽ നിന്ന് 35 കുറച്ചാൽ മതി. എത്ര കിട്ടും? എക്സ് എത്രയാണ്? 55 ഡിഗ്രിന്ന് കിട്ടും. ഒരു പേര് ശരിയാക്കി എന്ന് വിചാരിക്കുകയാണ്. നീ ശരിയാക്കിയ നല്ല കുട്ടികൾ സാർ എനിക്ക് കിട്ടിയെന്നിട്ട് ജസ്റ്റ് ഒരു കമന്റ് ഇട്ടേക്ക് കേട്ടോ. നല്ല കുട്ടികൾ ഇട്ടാൽ മതി, അല്ലാത്ത ചീത്ത നല്ല വീട്ടിൽ പിള്ളേർ ഇടണം ഒരു നിർബന്ധം എനിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോംവർക്ക് തരാം. ഇപ്പൊ ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 4 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഹോംവർക്ക്. ആദ്യത്തേല് എല്ലാത്തിലും O സെന്റർ തന്നെയാണ്. ആദ്യത്തേല് എക്സ് ഒരു ആംഗിൾ 120 തന്നിട്ടുണ്ട്. രണ്ടാമത്തേതില് ആ കേന്ദ്രത്തില് സെന്ററിലുള്ളത് എക്സ്, അപ്പുറത്തുള്ളത് 25, 25 തന്നിട്ടുണ്ട്. ഇനി
അടുത്ത ചോദ്യത്തിലാണെങ്കിൽ ഇവിടെ എക്സ് ആണ്, അപ്പുറത്ത് എക്സ് ആണ് കേട്ടാ. ചോദ്യം ഞാൻ അറിയാതെ തെറ്റിച്ചതൊന്നുമല്ല, അത് അങ്ങനെ തന്നെയാണ് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഇവിടെയും ഓ സെന്റർ ആണ്, ഇത് എക്സ്, അപ്പുറത്ത് 55 അല്ലെ, 55 ആണ്. ഇവിടെ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒറ്റയ്ക്ക് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക. ഈ ഉത്തരങ്ങൾ മാത്രമല്ല, നോട്ട് എല്ലാം അയച്ചു തരണം കേട്ടാ. അതായത് ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെടുത്ത എല്ലാ നോട്ടുകളും എഴുതി എനിക്ക് അയച്ചു തരണം. പിന്നെ ക്ലാസ് അത്ര ലെങ്ത് ഒന്നും ഇല്ല, ഒരു അരമണിക്കൂറിന്റെ അടുത്ത് ഉണ്ടാവും എന്നൊക്കെ തോന്നണത്. എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ടോപ്പിക്ക് ബൈ ടോപ്പിക്കായിട്ട് പോകാം കേട്ടോ. ഓക്കെ.